യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം റോമ 6:21. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അപ്പോൾ ഒരു മനുഷ്യൻ, ലൗകികനായൊരു മനുഷ്യൻ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ലോകത്തിൻ്റെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ അവൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു വചനമാണിത്. അതിൽ നിന്നൊക്കെ നിനക്ക് എന്ത് കിട്ടി? നീ ദൂർത്തടിച്ച പണത്തിൽ നിന്നും, നിന്റെ അന്ധകാരത്തിലെ നാളുകളിൽ നീ ചെയ്ത തിന്മകളിൽ, മദ്യപാനം, ധൂർത്ത്, മയക്കുമരുന്ന്, വ്യഭിചാരം, പരദൂഷണം, വഞ്ചന, അലസത, മറ്റുള്ള തിന്മകൾ, ആർഭാടങ്ങൾ, പാർട്ടികൾ, സുഹൃത്ത് ബന്ധങ്ങൾ, വലിയ സുഹൃത്ത് ബന്ധങ്ങൾ, ആർഭാടപൂർവമായ ജീവിതം, ഇതിൽ നിന്നൊക്കെ നിനക്ക് എന്ത് കിട്ടി? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? എന്നെ സംബന്ധിച്ച് വളരെ ശരിയാണ്. പലപ്പോഴും ഇപ്പോഴും പണ്ട് ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ നെടുവീർപ്പിടാറുണ്ട്. തന്നെത്താൻ കിടന്ന ഒരു ഞരങ്ങലുകൾ വരാറുണ്ട്. അയ്യോ എന്നൊക്കെ പറഞ്ഞ്, അയ്യോ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു തരം തേങ്ങലുകൾ. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ പാപമോചനം എന്ന് പറഞ്ഞ ഒരു സംഭവം, അതിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അവൻ ഈ ഭാരവും പേറി ജീവിതത്തിൽ ഭീതിയും നിരാശയും ഒക്കെ ആയിട്ട് നടക്കുകയായിരിക്കുകയില്ലേ? അപ്പോൾ എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു, പൊറുത്തു. അത് അജ്ഞതയുടെ കാലങ്ങളിൽ അങ്ങനെ പലതും നമ്മൾ ചെയ്തു എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ട് കൂടെ, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന എനിക്ക് പോലും പഴയ കാര്യങ്ങളെക്കുറിച്ച് ലജ്ജ തോന്നുമ്പോൾ, അങ്ങനെ കർത്താവിൻ്റെ ഒരു പാപ പരിഹാര മാർഗത്തിനെക്കുറിച്ച്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അവൻ ജനിച്ച അന്ന് മുതൽ മരണം വരെയുള്ള പാപഭാരം അവൻ ചുമക്കുകയല്ലേ ചെയ്യുന്നത്? അവൻ്റെ ജീവിതം എത്ര ഭാരമേറിയതായിരിക്കും, എത്ര നിരാശ നിറഞ്ഞതായിരിക്കും. ഇത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. പാപം രണ്ട് തരമുണ്ട്. ഒന്ന് ചെയ്ത കാര്യങ്ങൾ, രണ്ടാമത് അവസരമുണ്ടായിട്ടും ചെയ്യാത്ത നന്മ, അതും പാപമാണ്. ഇപ്പം ഞാൻ ഈ ഡിസ്കഷനിൽ അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്ന പോലുമില്ല. ചെയ്തു കൂട്ടിയ തിന്മകൾ, അവയ്ക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ അവൻ ഈ ലോകത്തിൽ മാത്രം കിടന്ന് ഈ ലോകത്തിന് അനുരൂപനായി മരണം വരെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ സ്ഥിതി എത്രയോ എത്രയോ കഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കിപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഒരു അത്താണിയുണ്ട്.
പാപമോചനത്തിൽ വിശ്വസിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കർത്താവ് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് എത്ര വലിയ സദ്വാർത്തയാണ്. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് വലിയ നുണയാണ്. അത് അജ്ഞതയിൽ നിന്ന് വരുന്ന അഹന്തയാണ്. വീണ്ടും വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്, അപ്പസ്തോലൻ നമ്മളോട് പറയുന്നു, ഫിലിപ്പി 19, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം. കോളേജിൽ ഞാൻ എപ്പോഴും പറയും, ഇവർ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. ഒത്തിരി ഞങ്ങൾ കൂടി ഒരുമിച്ച് പല പല വികൃതികളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അതിൽ പലരും ഇന്നും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ ഭയങ്കര സന്തോഷമൊക്കെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷമൊന്നും ഇല്ല. ഞാൻ ഒരിക്കലൊരു പണ്ട് കാലത്താണ് ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ഗുണ്ടാ തലവനെ എനിക്ക് ഓർമ്മ. ഞാൻ അവനോട് വെറുതെ പറഞ്ഞത്, നീ ലോകം മുഴുവൻ നേടിയാലും നിനക്ക് സമാധാനമില്ലെങ്കിൽ എന്ത് കാര്യം? അവൻ ക്രിസ്ത്യാനിയൊന്നുമല്ല, ക്രിസ്തുവിനൊന്നും അറിയില്ല. ലോകം മുഴുവൻ നേടിയാലും നിനക്ക് അപ്പോഴൊക്കെ അവൻ എന്നോട്, സാറിനെങ്ങനെ മനസ്സിലായി? എനിക്ക് സാറിനോട് സംസാരിക്കണം, എനിക്ക് യാതൊരുവിധ സമാധാനവുമില്ല. ഒരു വലിയ ഒരു ധനികൻ, ധനികനും അതിൻ്റെ കൂട്ടത്തിൽ മാഫിയ ടീമുമാണ്. പണ്ടത്തെ ഈ കേരളത്തിന് ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒരു സ്പോൺസറൊക്കെ ആയിരുന്നു പുള്ളി, വൺ ഓഫ് ദി സ്പോൺസേഴ്സ്. പുള്ളി പറയും, എനിക്ക് സമാധാനമില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഞാൻ ഭീതിയിലാണ്. അപ്പം ഇങ്ങനെ ഈ ഉറക്കം കിട്ടാതെ ഭീതിയിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അത് പ്രായം കൂടുന്തോറും ദൈവവിശ്വാസം ഇല്ലെങ്കിൽ നിരാശയിലോട്ട് പോകുന്നവർ എത്ര. ഒന്നും ചെയ്യാനില്ല. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും പറയുന്നത് ഒരു 60 കഴിയുമ്പോഴേക്കും ഒന്നും ചെയ്യാനില്ല, സമയം എങ്ങനെയെങ്കിലും കൊല്ലുകയാണ്. പ്രാർത്ഥിച്ചുകൂടെ? ബൈബിൾ എടുത്ത് വായിച്ചുകൂടെ? ധ്യാനിച്ചുകൂടെ? ദൈവത്തെ അംഗീകരിച്ചുകൂടെ? ദൈവവുമായുള്ളൊരു ഗാഢമായ ബന്ധം സ്ഥാപിച്ചുകൂടെ? കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ സമയമല്ലേ? അതുപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ ഇന്ന് ഗൂഗിൾ എടുത്ത് ഇങ്ങനെ നോക്കി, ദ സിന്നേഴ്സ് ഹു ബിക്കേം സെയിൻസ്, പാപികൾ പുണ്യവാളന്മാരായ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം വന്നത് പൗലോസ് ലീഹ. ക്രിസ്ത്യാനികളെ കൊന്നു നടക്കുന്ന ആളായിരുന്നു. പെട്ടെന്ന് അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് ബൈബിൾ പ്രഘോഷിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിച്ച് നടന്നിരുന്ന ഏറ്റവും വലിയ അപ്പസ്തോലൻ പൗലോസ് ലീഹ. പിന്നെ അതുപോലെ സെയിൻറ്റ് അഗസ്റ്റിൻ. വിവാഹത്തിന് പുറത്ത് ഒരു വെപ്പാട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കുഞ്ഞ് ജനിച്ചത്, അങ്ങനെയൊക്കെ പോയൊരു മനുഷ്യൻ. കാമിലസ്, വിശുദ്ധ കാമിലസ്. പുള്ളിക്കില്ലാത്ത വൈസസ് ഒന്നുമില്ല. ഗാംബ്ലിങ്ങിൻ്റെ ആളായിരുന്നു പുള്ളി. ഗാംബ്ലിങ്, മദ്യം, മദിരാശി, ഇതിലൊക്കെ കിടന്ന് തിമിർത്ത് മറിഞ്ഞിട്ടാണ് പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. പിന്നെ ദൈവം തന്നെ, കർത്താവ് തന്നെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയ വിശുദ്ധനാണ് ആ കൂടെ തൂക്കപ്പെട്ട ഒരു മാനസാന്തരപ്പെട്ട കള്ളൻ. ഇവളുടെ പേര് ഞാൻ മറന്നുപോയി. പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ
ഇപ്പോൾ പുള്ളി കർത്താവിനെ ഏറ്റുപറയുകയാണ്, ദൈവമേ, അങ്ങ് പർദീസായിലെത്തുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് ഒറ്റ പറച്ചിൽ. അതിലവൻ അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയാണ്. വീണ്ടും വചനത്തിൽ ഫിലിപ്പി 21, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിനൊരു ചാൻസ് കൊടുക്കുക. നമ്മൾ എത്ര കാലമാണെങ്കിലും ദൈവത്തെ നിരാകരിച്ച് നടന്നവനാണെങ്കിലും ദൈവത്തിനൊരു അവസരം കൊടുക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവമേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കും. കർത്താവ് തീർച്ചയായും പറയും, എനിക്ക് മനസ്സുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നു. നമ്മുടെ പാപങ്ങളുടെ കാഠിന്യം, നമ്മുടെ പാപങ്ങളുടെ നിറം എത്ര കടും ചുവപ്പാണെങ്കിലും അത് നമ്മൾ വെണ്മ പോലെ വെളുപ്പിക്കാൻ സാധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആകെ കൂടി ചെയ്യേണ്ടത് എളിമപ്പെട്ട് കുറ്റബോധത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക, ഉരുകിയ മനസ്സോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക. അവൻ നമ്മളെ സ്പർശിക്കും, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, നമ്മൾ പുതിയ മനുഷ്യരാകും, നമ്മൾക്ക് സമാധാനവും ശാന്തിയും കൈവരും. ദൈവം നമുക്കായി കാത്തിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. Every saint was a sinner. Every saint has a sinful past. Every എന്ന് പറയുന്ന വാക്ക് ശരിയല്ലെങ്കിലും many saints have a sinful past. അവർക്ക് വിശുദ്ധരാകാമെങ്കിൽ നമുക്കും വിശുദ്ധരാകാം. ദൈവം നമുക്കായി കാത്തിരിക്കുന്നു. ആമേൻ.